മധ്യ തിരുവിതാംകൂറിലെ രുചിപ്പെരുമയുടെ ആഘോഷത്തിനാണ് തുടക്കമായത്. ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി അന്നദാന പ്രഭുവായ പാർത്ഥസാരഥിക്കുള്ള വഴിപാട് കഴിപ്പിക്കുന്നതാണ് ആറന്മുള സദ്യ എന്നാണ് വിശ്വാസം. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷണ മാമാങ്കമായ ആറന്മുള വള്ളസദ്യ ഉണ്ണാൻ നിരവധി പേരാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തുന്നത്. വിഭവങ്ങളിലെ സമ്പന്നത കൊണ്ടും ആചാരപ്പെരുമയാലും പ്രശസ്തമായ ഈ പാരമ്പര്യത്തിന് പിന്നിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു 6 മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ നാരായണപുരത്തു നിന്നും പമ്പയിലൂടെ യാത്ര തിരിച്ചു. ഒടുവിൽ ഭഗവാൻ വിഷ്ണു എത്തിച്ചേർന്ന സ്ഥലം ആറന്മുളയാകുകയായിരുന്നു. ആചാരങ്ങളുടെ അകമ്പടിയോടെയാണ് ആറന്മുള സദ്യയുടെ വഴിപാട് ആരംഭിക്കുക. അതിനായി പള്ളിയോടക്കരയിൽ നിന്ന് അനുവാദം വാങ്ങും. ശേഷം സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനുമെന്നാണ് സങ്കല്പം. ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യ ക്ഷേത്ര ആനക്കോട്ടിലിൽ ഭദ്രദീപം കൊളുത്തി മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുരോഹിതരില്ലാത്ത വഴിപാടെന്നതും ആറന്മുള വള്ളസദ്യയുടെ പ്രത്യേകതയാണ്. വഞ്ചിപ്പാട്ട് പാടി പള്ളിയോടങ്ങൾ പമ്പാ നദിയിലൂടെ ക്ഷേത്രക്കടവിലെത്തും. ക്ഷേത്രത്തിലെത്തുന്ന വള്ളത്തെ വഴിപാടുകാർ ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലെത്തി ചടങ്ങുകൾ നടത്തും. തുടർന്ന് വഞ്ചിപ്പാട്ട് പാടി വള്ളസദ്യ ആരംഭിക്കും. പാട്ടുപാടി വിഭവങ്ങൾ ചോദിക്കുമ്പോൾ വഴിപാടുകാരൻ വിഭവങ്ങൾ എത്തിച്ചു നൽകുന്നതും ആചാരത്തിന്റെ ഭാഗമാണ്. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.